2018 എൻ്റെ ഡെലിവറി കഴിഞ്ഞു. ഒരു വർഷത്തിന് ശേഷം ദുബായിൽ വെച്ച് തന്നെ നടുവിനൊരു വേദന വന്നിട്ടുണ്ടായിരുന്നു. നല്ലൊരു സിവിയർ പെയിൻ ആയിട്ട് എൻ്റെ കാലിലേക്കൊക്കെ പെയിൻ ഇറങ്ങി. അങ്ങനത്തെ ഒരു ഓർത്തോ ഡോക്ടറിനെ കണ്ടപ്പോൾ സിവിയർ ആയിട്ടുള്ള ഡിസ്ക് ബൾജിങ് ആണെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളൊരു സർജറിയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ നമ്മൾ അത് നോക്കിയില്ല. നാട്ടിൽ പോയി അവിടെ എന്തെങ്കിലും ഒരു ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിൽ ഞങ്ങളെത്തി. ഇവിടെ നിന്ന് പോകുന്ന സമയമാകുമ്പോഴേക്കും ഞാൻ ബെഡ് റിഡൻ ആ ഒരു സ്റ്റേജിലേക്ക് എത്തി. എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, ഇരിക്കാനും കിടക്കാനും ഒന്നും പറ്റില്ല. എന്നാലും ഈ ഒരു വർഷത്തിന് ശേഷം വീണ്ടും 2 ആയുർവേദ ട്രീറ്റ്മെൻറ്റ്സും കൂടി ഞാൻ ചെയ്തു. അതിനുശേഷമാണെങ്കിൽ എനിക്ക് ഇതിൽ നിന്നും ഒരു ചെറിയൊരു ആശ്വാസം ഉണ്ട്. എങ്കിൽ തന്നെയും എനിക്ക് ബാക്ക് ടു നോർമൽ ലൈഫിൽ വന്ന് എത്താനായിട്ട് പറ്റുന്നില്ല. പിന്നെ എൻ്റെ സെൽഫ് കോൺഫിഡൻസിനെ പതിയെ അത് ബാധിച്ചു തുടങ്ങിയിരുന്ന കാര്യം, എനിക്ക് മോളുടെ കാര്യങ്ങളും പിന്നെ എൻ്റെ ഫാമിലി ലൈഫ് ഇതൊന്നും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. എനിക്ക് മാനസികമായിട്ട് ഒരുപാട് വിഷമത്തിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് എൻ്റെ കസിൻ വഴി ബുധനൂരുള്ള വിമൽ ഡോക്ടറിനെ ഞാൻ പരിചയപ്പെടുന്നത്. ഇതെല്ലാം കേട്ടതിന് ശേഷം ചെന്ന ദിവസം ഒരു ട്രീറ്റ്മെൻറ്റ് എനിക്ക് ചെയ്തിരുന്നു. അത് ചെയ്തിട്ട് എനിക്കൊരു 14 days വീട്ടിൽ ചെന്നിട്ട് ചെയ്യാൻ ഒരു ചികിത്സാ രീതി ഡോക്ടർ എനിക്ക് പറഞ്ഞു തന്നു. പിന്നെ കുറച്ച് മെഡിസിൻസും തന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ 14 days പഥ്യം എല്ലാം നോക്കി പറഞ്ഞ മെഡിസിൻസും എല്ലാം കഴിച്ചു. ഒരു 14 days ആയപ്പോൾ തന്നെ എനിക്ക് നല്ലൊരു ആശ്വാസം എനിക്ക് തോന്നി. നടക്കാനും നിൽക്കാനും ഒക്കെ അത്യാവശ്യം ഒരു കോൺഫിഡൻസ് ലെവലിലേക്ക് എത്തുകയുണ്ടായി. പിന്നെ ഇവിടെ തിരിച്ച് വന്നിട്ട് കഴിക്കാനുള്ള കുറച്ച് മെഡിസിൻസും കൂടി ഡോക്ടർ എനിക്ക് അതിനോടൊപ്പം തന്നെ തന്നിരുന്നു. ആ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒറ്റ ഒരു സഹായത്തിലാണ് ഇവിടെ വന്നിട്ട് പതിയെ എൻ്റെ വേദനകൾ അല്ലെങ്കിൽ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ, കിടന്നിട്ട് ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട്, പിന്നെ ഈ കാലിലോട്ടുള്ള വേദന എല്ലാം പൂർണ്ണമായിട്ടും നല്ലപോലെ ഒരു വ്യത്യാസം വന്നു. എനിക്ക് ബാക്ക് ടു നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വന്ന ഒരു 25% കോൺഫിഡൻസ് ലെവൽ ഉണ്ടായിരുന്ന ഞാൻ ഇപ്പോൾ ഇവിടെ വന്നിട്ട് അത് 95% കോൺഫിഡൻറ്റോടുകൂടി ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. 1 year കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് പതിയെ ഒരു ലോവർ അബ്ഡോമൻ പെയിൻ ചെറുതായിട്ട് ഇങ്ങനെ വന്നു തുടങ്ങിയപ്പോൾ ഇപ്പോൾ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽ യൂട്രസിന് അഡിനോമൈസിസിൻ്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് ആണെന്നാണ് ഡോക്ടറിനോട് പറഞ്ഞ പോലെ തന്നെ തിരിച്ച് ഇവിടെ വന്ന് പറഞ്ഞ മെഡിസിൻസ് എല്ലാം പ്രോപ്പറായിട്ട് തന്നെ എല്ലാം കഴിച്ചു. വീണ്ടും ഒരു വെക്കേഷന് ചെന്നിട്ട് ഞാൻ സ്കാൻ ചെയ്തപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞ പ്രോബ്ലംസ് ഒന്നുമില്ല, എല്ലാം ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു. സാറ്റിസ്ഫാക്ഷനോടുകൂടി കോൺഫിഡൻറ്റോടുകൂടി ഞാൻ ഇവിടെ ഇരിക്കുന്ന സത്യം പറഞ്ഞ ഡോക്ടറിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിലാണ്. വെരി താങ്ക്ഫുൾ ടു യു ഡോക്ടർ.